ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ വിനോദസഞ്ചാര ബോട്ട് സർവീസ് സഹായിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ലോകത്ത് സമാധാനം വേണമെങ്കിൽ ചെറുതാവാനും വിട്ടുകൊടുക്കാനും പഠിക്കണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കോഴിക്കോട്ടെ ഷോപ്പിംഗ് മാളിൽ ആരംഭിച്ച ബിവറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിനെതിരെ മദ്യനിരോധന സമിതിയുടെ പ്രതിഷേധം. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഖാദി മേള. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ വിനോദസഞ്ചാര ബോട്ട് സർവീസ് സഹായകരമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കോഴിക്കോട് ബീച്ചിൽ നിന്നും ബേപ്പൂരിലേക്കുള്ള സ്പീഡ് ബോട്ട് സർവീസ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ കടൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജില്ലയിലാകെ പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ബോട്ട് യാത്ര മികച്ച അനുഭവമായിരിക്കും. ഭാവിയിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള സർവീസ് നടത്തുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ബേപ്പൂർ റൂട്ടിൽ ആദ്യമായാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. ഒരു ബോട്ടിൽ 13 പേർക്ക് യാത്ര ചെയ്യാം. മിതമായ വേഗത്തിൽ 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്നും ബേപ്പൂരിലെത്താം. വിവിധ പാക്കേജുകൾ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സഞ്ചാരികൾക്കായി ബോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, KTIL ചെയർമാൻ SK സജീഷ്, പോർട്ട് ഓഫീസർ ഹരി അച്യുത വാര്യർ, DTPC സെക്രട്ടറി ടി നിഖിൽദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ടെ ഷോപ്പിംഗ് മാളിൽ ആരംഭിച്ച ബിവറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിനെതിരെ മദ്യനിരോധന സമിതി പ്രവർത്തകരുടെ പ്രതിഷേധം. മാളിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുകയാണെന്ന് ആരോപിച്ചാണ് മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മാളിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഷേധം കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീധരൻ ആയാടത്തിൽ അധ്യക്ഷനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ എതിർത്ത മഹാതിന്മയുടെ വ്യാപാര വ്യാപനത്തിന് 2 ശിഷ്യന്മാരും വലിയ ഇടനിലക്കാരാകുന്നത് കടുത്ത ഗുരുനിന്ദയാണെന്ന് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്കുള്ള കാരണം ജനദ്രോഹ മദ്യനയം കൂടിയാണെന്ന് പഠിക്കാത്ത സർക്കാരിനെ ഇനിയും ജനം ശിക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, മദ്യനിരോധന മഹിളാവേദി അധ്യക്ഷ പ്രൊഫസർ OJ ചിന്നമ്മ, ജനറൽ സെക്രട്ടറി ഇയച്ചേരി പത്മിനി, അഷ്റഫ് ചേലാട്ട്, ചൈത്രം രാജീവൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഏർപ്പെടുത്തിയതിനോടനുബന്ധിച്ച് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഖാദി മേള ആരംഭിച്ചു. കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ ജെയ്സൺ പുതിയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഖാദി മേളയോടനുബന്ധിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കരകൗശല വസ്തുക്കൾ, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ടും ലഭിക്കും. ഇതിനു പുറമെ വർഷാവസാനം കണക്കിലെടുത്ത് ചിലയിനം തുണിത്തരങ്ങൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറിലൂടെ റിബേറ്റിന് പുറമെ 50% പ്രത്യേക കിഴിവും മേളയിലൂടെ ലഭിക്കും. ഖാദി കുപ്പടം ധോത്തികൾ, സിൽക്ക് മസ്ലിൻ സാരികൾ, മനില ഷർട്ടിംഗ്, ധാക്ക മസ്ലിൻ,
മിനിസ്റ്റേഴ്സ് ഖാദി ഷർട്ട് പീസുകൾ, ചുരിദാറുകൾ, വിവിധയിനം ബെഡ്ഷീറ്റുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, സ്പൺ സിൽക്ക് ഷർട്ട് പീസുകൾ തുടങ്ങിയവയും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. മിഠായി തെരു ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ആരംഭിച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദി മേളയുടെ ഉദ്ഘാടനം കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ പുതിയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിൽ താൽപര്യമുള്ളവരെയും ഖാദി വസ്ത്രത്തെയും ഗ്രാമീണ ഉൽപ്പന്നങ്ങളെയും സ്നേഹിക്കണമെന്നും പ്രഥമ പരിഗണന നൽകി വാങ്ങുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഖാദി മേള സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരോടും പറയുന്ന സന്ദേശവും അതുതന്നെയാണ്. നമുക്കെല്ലാവർക്കും പ്രകൃതിയെ സ്നേഹിക്കാം. പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ ഈ ജീവിതത്തിൽ എന്നും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും ഒരു ഖാദിയുടെ അല്ലെങ്കിൽ ഈ മേളയുടെ ഒരു നല്ല സ്നേഹിതനായിട്ട് മാറുകയാണ്. ഇന്നിവിടെ വന്നപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരിക്കും. സർവോദയ സംഘം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു. നാച്ചുറൽ ലൈഫ് പ്രകൃതി ജീവനാലയം ചെയർമാൻ ജേക്കബ് വടക്കഞ്ചേരി, ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് ഡയറക്ടർ രാജീവ് കെ, ദേശീയ കർഷക പ്രസ്ഥാനം പ്രതിനിധി പി.ടി. ജോൺ, സെൻ ലൈഫ് ആശ്രമം ഡയറക്ടർ കൃഷ്ണകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. സർവോദയ സംഘം സെക്രട്ടറി എം.കെ. ശ്യാംപ്രസാദ്, ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം അസിസ്റ്റന്റ് മാനേജർ എ. രാജേഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകത്ത് സമാധാനം വേണമെങ്കിൽ ചെറുതാവാനും വിട്ടുകൊടുക്കാനും പഠിക്കണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് അതിരൂപതയുടെ സഹകരണത്തോടെ നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അതിരൂപതയുടെ സഹകരണത്തോടെ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് നൽകുന്നത് മാനവ സാഹോദര്യത്തിന്റെ സന്ദേശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം മനുഷ്യനായി ചെറുതായി എന്നതാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിട്ടുകൊടുക്കാനും ചെറുതാവാനുമാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നും ക്രിസ്മസ് ആണെങ്കിൽ അവിടെ സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും, പങ്കുവയ്ക്കലുണ്ടാകും. അതുപോലെ ഒരു ക്രിസ്മസ് സംസ്കാരം നമ്മളിലും നമുക്ക് ചുറ്റുപാടിലും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒന്നാമതായിട്ട് ക്രിസ്മസിന്റെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. അത് വലിയ അത്ഭുതം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് സമാധാനമുണ്ടെങ്കിൽ, സമാധാനം വേണമെങ്കിൽ ചെറുതാകാൻ പഠിക്കണം, എളിമപ്പെടാൻ പഠിക്കണം, വിട്ടുകൊടുക്കാൻ പഠിക്കണം. ആ വലിയൊരു പാഠമാണ് ദൈവം ക്രിസ്മസ് വഴി നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. IMA ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് E.P. മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. അതിരൂപത വികാരി ജനറൽ മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ, ഫാദർ സൈമൺ പീറ്റർ, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് K. സുരേഷ്മ, ജോയിന്റ് സെക്രട്ടറി O. സയ്യിദ് അലി ശിഹാബ്, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം PV അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് A. ബിജുനാഥ് നന്ദിയും പറഞ്ഞു. കലാപരിപാടികൾ, ക്രിസ്മസ് വിരുന്ന്, കേക്ക് വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party. A party, party. No ice cream party time. Just come in, taste it, you love it. Milma ice cream. Friends and happy flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലോത്സവം ആരംഭിച്ചു. ചലച്ചിത്ര നടൻ ഷാജു ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ഹാളിലെ 3 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. സംസ്ഥാനത്തെ 63 സെന്ററുകളിൽ നിന്നായി 800ഓളം അധ്യാപക വിദ്യാർത്ഥിനികളുടെ കഴിവ് മാറ്റുരയ്ക്കുന്ന മത്സരത്തിനാണ് തളി ജൂബിലി ഹാളിൽ തുടക്കമായത്. ചലച്ചിത്ര നടൻ ഷാജു ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ടീച്ചറെ വാർത്തെടുക്കുന്നതിൽ ഉപരി ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വിദ്യാർത്ഥികളുടെ പണ്ടങ്ങനെയായിരുന്നു, നമുക്കൊരു ചിട്ടയുണ്ടായിരുന്നു നമ്മുടെ ലൈഫിലൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധി വരെ നമുക്ക് ഒരു ഡോക്ടറുടെ മകനെ ഡോക്ടറാക്കാനും എഞ്ചിനീയറുടെ മകനെ എഞ്ചിനീയറാക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യനാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ കെ സതീശൻ അധ്യക്ഷനായി. MA ജോൺസൺ, പ്രതാപ്, മൊണാലിസ, MR രജിത, KB മദൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി 2 വേദികളിൽ 12ഓളം മത്സരങ്ങൾ നടക്കും. ശനിയാഴ്ച സമാപിക്കും. ചലച്ചിത്ര താരം നാദീറ മെഹ്റിൻ ഉദ്ഘാടനം ചെയ്യും. അധ്യാപികമാരുടെ സ്വാഗത ഗാനത്തോടെയാണ് വേദി ഉണർന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഘോഷപ്പെരുമയിൽ 19ാമത് മാറാട് അയ്യപ്പൻ വിളക്ക് 4 ദിവസങ്ങളിലായാണ് വിവിധ ചടങ്ങുകളോടെയും കലാസാംസ്കാരിക ആധ്യാത്മിക പരിപാടികളോടെയും അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചത്. സ്വാമി ശരണയ്യപ്പ മാറാട് അയ്യപ്പ വിളക്കിനോടനുബന്ധിച്ചുള്ള പാലക്കൊമ്പ് എഴുന്നള്ളത്തെ ഇന്ന് കൃത്യം 7 മണിക്ക് ഗോദീശ്വരൻ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഡിസംബർ 19 മുതൽ ആരംഭിച്ച അയ്യപ്പൻ വിളക്ക് ചടങ്ങുകൾ 22-ന് പുലർച്ചെ നടന്ന അനുഗ്രഹ കൽപ്പനയോടുകൂടി സമാപിച്ചു. 4 ദിവസങ്ങളിലും നാമജപങ്ങളും പൂജകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഭജനയും നൃത്തനൃത്യങ്ങളും നടന്നു. പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ഗോദീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെ അകമ്പടിയോടെ ആരംഭിച്ചു. താലപ്പൊലിയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അണിനിരന്ന എഴുന്നള്ളത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ കാഴ്ചകളാൽ മനം കവർന്നു. അന്നദാനത്തിലും ഭക്തരുടെ വലിയ പങ്കാളിത്തമുണ്ടായി. അയ്യപ്പൻ പാട്ട്, പൊലിപ്പാട്ട്, കനലാട്ടം, അയ്യപ്പൻ വാവർ, വെട്ടും തടവും തുടങ്ങിയ ചടങ്ങുകൾ ആചാരനിഷ്ഠയോടെ പൂർത്തിയാക്കി. മാറാട് ദേശത്തിന്റെ മുഴുവൻ ഉത്സവമായ അയ്യപ്പൻ വിളക്ക് അയ്യപ്പ ഭക്തർക്ക് ആത്മനിർവൃതിയേകി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പ്രഥമ ജവഹർലാൽ നെഹ്റു നാഷണൽ പ്രതിഭാ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2026 ജനുവരിയിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമർപ്പിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളും പാർലമെന്ററി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വരുന്ന മൂല്യവത്തായ അർത്ഥവത്തായ പ്രവർത്തന രീതികളെയും എല്ലാം മാനിച്ചുകൊണ്ടാണ് അവാർഡ് കമ്മിറ്റി അദ്ദേഹത്തെ ഏകണ്ഠമായി ഈ പേരിലുള്ള ഈ അവാർഡിന് തെരഞ്ഞെടുത്തത്. ജവഹർലാൽ നെഹ്റു നാഷണൽ ലീഗൽ ആൻഡ് സോഷ്യൽ ഫോറം പ്രഥമ പ്രധാനമന്ത്രിയും സോഷ്യലിസ്റ്റുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു നാഷണൽ പ്രതിഭാ പുരസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകുന്നത്.
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് UK കുമാരൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് എന്നിവരടങ്ങിയ 2-അംഗ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് പ്രതിപക്ഷ നേതാവിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ എടുത്ത ഉറച്ച നിലപാടുകളും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ശോഭയാർന്ന പ്രവർത്തന മികവും പാർലമെന്ററി രംഗത്തുള്ള സമഗ്രമായ സംഭാവനകളും പരിഗണിച്ചാണ് അവാർഡ് നിർണയ കമ്മിറ്റി VD സതീശനെ അവാർഡിനായി തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ അറിയിച്ചു. അവാർഡ് ദാനത്തോടനുബന്ധിച്ച് വളരുന്ന അഴിമതിയും തളരുന്ന രാഷ്ട്രവികസന സങ്കല്പവും നെഹ്റുവിയൻ ചിന്തകളുടെ പ്രസക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ സംവാദ പരിപാടിയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നാഷണൽ ലീഗൽ ആൻഡ് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV മോഹൻലാൽ, ഫോറം രക്ഷാധികാരി നസീർ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK സത്യനാഥൻ, അഡ്വക്കേറ്റ് MP ശ്രീജിത്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാനവികതയുടെ വിശാല ലോകം തീർക്കുന്നവരാണ് യുവതലമുറയെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ T രവീന്ദ്രൻ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പുകൾക്ക് തുടക്കമായി. ഉദ്ഘാടനം ഫാറൂഖ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലങ്ങാട് MES സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന സപ്തദിന ക്യാമ്പിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ T രവീന്ദ്രൻ നിർവഹിച്ചു. യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്റർ ഡോക്ടർ V വിജയകുമാർ അധ്യക്ഷനായിരുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ T മുഹമ്മദ് സലീം മുഖ്യപ്രഭാഷണം നടത്തി. സെനറ്റ് അംഗം ഡോക്ടർ AT അബ്ദുൽ ജബ്ബാർ, ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA ആയിഷ സ്വപ്ന, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, MES സംസ്ഥാന ട്രഷറർ CT സക്കീർ ഹുസൈൻ, ഫാറൂഖ് കോളേജ് NSS കോർഡിനേറ്റർ ഡോക്ടർ മൻസൂർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നടി അപർണ ബാലമുരളി മുഖ്യാതിഥിയായി. ഷോ ജനുവരി 3-ന് സമാപിക്കും. ഇന്ത്യയിലുടനീളം നടന്നുവരുന്ന ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഷോറൂമിലെ ഷോ. ദേശീയ അവാർഡ് ജേതാവ് നടി അപർണ ബാലമുരളി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനുവരി 3 വരെ ഷോ നീണ്ടു നിൽക്കും. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, AK നിഷാദ്, റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് കേരള R അബ്ദുൾ ജലീൽ, റീജിയണൽ ഹെഡ് MP സുബേർ, സോണൽ ഹെഡ് KM ജാവേദ് മിയാൻ, ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ, മറ്റ് മാനേജ്മെന്റ് ടീം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും ഒന്നിച്ചു ചേരുന്ന വൈവിധ്യമാർന്ന വിവാഹ ചടങ്ങുകളുടെയും വിവിധ ദേശങ്ങളിലെ വധുവിന് അനുയോജ്യമായ വിവാഹ ആഭരണങ്ങളുടെ മനോഹാരിതയുടെയും പരിശുദ്ധിയുടെയും ആഘോഷമാണ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. പരമ്പരാഗത കേരളീയ വിവാഹങ്ങൾക്കും അതിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്കുമുള്ള ആഭരണ കോമ്പിനേഷനുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷോയിൽ മോഡലുകളും വധുക്കളും റാമ്പ് വാക്കിലൂടെ ബ്രൈഡൽ കാഴ്ചകൾ അവതരിപ്പിച്ചു. ഷോറൂമിനുള്ളിൽ നടന്ന ലൈവ് സ്റ്റൈലിംഗ്, ഫോട്ടോഷൂട്ട് എന്നിവയും പുതിയ അനുഭവമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രാദേശിക കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് മികച്ച വേദിയൊരുക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന 8ാമത് പെരുവയൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. പെരുവയൽ പഞ്ചായത്ത് 8ാം വാർഡ് അംഗം സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു.
വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷാവർഷം ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 8ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സംരംഭത്തിലൂടെ ഇതിനകം നിരവധി മികച്ച കളിക്കാരെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിസംബർ 25 മുതൽ 29 വരെയാണ് ആവേശകരമായ മത്സരങ്ങൾ നടക്കുന്നത്. രാഷ്ട്രീയത്തിനതീതമായി പെരുവയലിലെ ഒരു കൂട്ടം യുവജനങ്ങളാണ് ഈ കായിക മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് അംഗം സുബിത തോട്ടാഞ്ചേരി നിർവഹിച്ചു. പ്രദേശത്തെ കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും ടൂർണമെന്റുമായി സഹകരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ടൂർണമെന്റ് കൺവീനർ ഫിറോസ്, ചെയർമാൻ ബിജു, ജയേഷ് ഇളവന, ഷഹീദ് പെരുവയൽ, മജ്നു പെരുവയൽ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ നടക്കുന്ന വാശിയേറിയ മത്സരങ്ങൾ കാണാൻ വലിയ ജനത്തിരക്കാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ വിനോദസഞ്ചാര ബോട്ട് സർവീസ് സഹായിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ലോകത്ത് സമാധാനം വേണമെങ്കിൽ ചെറുതാവാനും വിട്ടുകൊടുക്കാനും പഠിക്കണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കോഴിക്കോട്ടെ ഷോപ്പിംഗ് മാളിൽ ആരംഭിച്ച ബീവറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിനെതിരെ മദ്യനിരോധന സമിതിയുടെ പ്രതിഷേധം. മിഠായിത്തെരു ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഖാദി മേള. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.